Srikrishna College for Healthcare and Media Studies. VWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. ഒറ്റപ്പാലം പഴയലക്കടിയിൽ ടാർ വീപ്പയിൽ കുടുങ്ങിയ പട്ടിയെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ യുവതിയും മൃഗസംരക്ഷകരും നടത്തിയ പോരാട്ടം മനുഷ്യത്വത്തിന്റെ നേർക്കാഴ്ചയായി. ഒറ്റപ്പാലം പഴയലക്കടിയിൽ സ്വകാര്യ പ്ലോട്ടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ടാർ വീപ്പയ്ക്കുള്ളിൽ നായയും കുഞ്ഞുങ്ങളും കുടുങ്ങിയത്. പ്രഭാത സവാരിക്കിറങ്ങിയ മംഗലം സ്വദേശിനി നിഷ നായരാണ് മിണ്ടാപ്രാണികളുടെ ദയനീയാവസ്ഥ ആദ്യം ശ്രദ്ധിച്ചത്. സമീപവാസികളുടെ സഹായത്തോടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ടാറിൽ ഒട്ടിപ്പിടിച്ച നിലയിലായിരുന്നതിനാൽ ഫലമുണ്ടായില്ല. തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും ബന്ധപ്പെട്ടുവെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടു. ഒടുവിൽ നെന്മാറയിൽ മറ്റൊരു രക്ഷാപ്രവർത്തനത്തിലായിരുന്ന ചെർപ്പളശ്ശേരിയിലെ മൃഗസംരക്ഷകൻ ജിനേഷ് രാമചന്ദ്രനെ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ ജിനേഷും സംഘവും പ്രാഥമിക രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കൂടുതൽ സൗകര്യങ്ങൾക്കായി നായയെയും കുഞ്ഞുങ്ങളെയും ചെർപ്പളശ്ശേരിയിലെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. എൻ്റെ പേര് ജിനേഷ് എന്നാണ്. പാലക്കാടൻ ചങ്ങാതി കൊണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഇങ്ങനെ ആനിമൽ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളവർ ഇൻഫോം ചെയ്തു. ഒരാളെ വിളിച്ചതിന് ശേഷം നമ്മളിവിടെ വന്നതാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലാത്ത കാരണം നമ്മുടെ ഷെൽട്ടറിൽ കൊണ്ടുപോകണം. എവിടെ ഷെൽട്ടർ? ചെർപ്പളശ്ശേരി. യാത്രാമധ്യേ വെൽഡർമാരുടെ സഹായത്തോടെ കട്ടർ ഉപയോഗിച്ച് വീപ്പ മുറിച്ചു മാറ്റി. അപ്പോഴേക്കും 3 നായക്കുട്ടികൾ ചത്തിരുന്നു. മണിക്കൂറുകൾ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിൽ തള്ളപ്പട്ടിയെയും 2 കുഞ്ഞുങ്ങളെയും ജീവനോടെ പുറത്തെടുത്തു. ഞങ്ങളുടെ സൈറ്റാണിത്, വൃന്ദാവൻ അവന്യൂന്റെ പഴയലക്കടിയിലുള്ള സൈറ്റിൽ. അപ്പോൾ ഞങ്ങളിവിടെ രാവിലെ വന്ന സമയത്ത് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ഉള്ള ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര പട്ടി കരയുന്നുണ്ട് നോക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ സെർച്ച് ചെയ്തപ്പോൾ ാണ് ഈ ഒരു ഇതിൽ ഡ്രമ്മിൽ കുടുങ്ങിയതായിട്ട് കണ്ടത്. അങ്ങനെ തന്നെ നമ്മൾ ആദ്യം പോലീസിനെ വിളിച്ചു, അതിനുശേഷം തന്നെ ഫയർഫോഴ്സിൽ വിളിച്ചു. അപ്പോൾ അവരവിടുന്ന് കുറേ നമ്പേഴ്സ് ഒക്കെ എല്ലാ നമ്പറിലും വിളിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. അങ്ങനെ അറ്റ്ലാസ്റ്റ് എന്തോ ലക്ക് കാരണം ഇപ്പോൾ ഈ ഒരു നമ്പറിൽ വിളിച്ചു. അദ്ദേഹമാണ് ഇപ്പോൾ നെന്മാറയിൽ നിന്ന് വന്ന് 1 മണിക്കൂർ കൊണ്ടാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റാത്ത കാരണം അവരിപ്പോൾ എടുത്തിട്ട് കൊണ്ടുപോയിരിക്കണം അവരുടെ ഷെൽട്ടറിലേക്ക്. ന്യൂസ് ഡെസ്ക് CCV.